ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചു വയ്ക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ നിരന്തരമായിട്ട് വീഡിയോസൊക്കെ കാണുന്നതാണ്. ആ വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശരിയായിട്ടുള്ള സെൻറ്റൻസസും തെറ്റായിട്ടുള്ള സെൻറ്റൻസസാണ് പഠിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 9-10 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സെൻറ്റൻസ് ഇതായിരുന്നു, ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ ആൻഡ് ഐ വർക്ക് ആസ് എ ടീച്ചർ. ഓക്കെ, 2 സെൻറ്റൻസസ്, ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ ആൻഡ് ഐ വർക്ക് ആസ് എ ടീച്ചർ. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് ഇപ്പോൾ തന്നെ ആദ്യം കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യിക്കുന്നത് നമ്മൾ റൈറ്റായിട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, കറക്റ്റായിട്ട് ഉത്തരങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ലൈഫിൽ എല്ലായ്പ്പോഴും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളൊരു പെർമിഷൻ ചോദിക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ ഓഫീസിലായിരിക്കാം, ചിലപ്പോൾ ഒരു ലീവ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അപ്പനോടും അമ്മയോടായിരിക്കാം, ചിലപ്പോൾ ഭാര്യയോട് ഭർത്താവിനോടായിരിക്കാം, ചിലപ്പോൾ കുട്ടികളോടായിരിക്കാം, സ്കൂളിലെ ടീച്ചേഴ്സിനോടായിരിക്കാം, ഫ്രണ്ട്സിനോടായിരിക്കാം. എപ്പോഴും നമ്മൾ പെർമിഷൻസ് ചോദിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ പെർമിഷൻസ് നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമുക്ക് പെർമിഷൻ ചോദിക്കുക? പല ആളുകൾ എന്നോട് പറയാറുണ്ട്, സാർ ഇംഗ്ലീഷിലൊന്ന് പെർമിഷൻ ചോദിക്കാനായിട്ട് പഠിപ്പിക്കണം. കാരണം ഒരു ലീവ് ചോദിക്കണമെങ്കിൽ, ഒരു സംഗതി ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ പലപ്പോഴും ഇംഗ്ലീഷിലൊന്ന് ചോദിക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പെർമിഷൻസ് ചോദിക്കാനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പെർമിഷൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആകെ 4 പ്രയോഗങ്ങൾ അതിന് പഠിച്ചാൽ മതി. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കണതെന്ന് നമ്മൾ പറയും. അതിനുശേഷം അതൊക്കെ വെച്ച് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മളത് കുറേ കൂടെ പാഴത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഏതൊക്കെയാണ് ആ പ്രയോഗങ്ങളെന്ന് പഠിപ്പിക്കാം. ഓക്കെ, 1 ക്യാൻ, 2 കുഡ്, 3 മേ, 4 ഒരു അടിപൊളി ഫ്രേസാണ് ഡു യു മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് കൂടെ നമ്മളിതിനോട് ആഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ 4നും 4 പർപ്പസാണ്. ഓക്കെ, ആദ്യം ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഓരോന്ന് എന്തിനാണ് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ക്യാൻ എന്ന് ചോദിക്കുന്നത് വളരെ ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഓക്കെ, ക്യാൻ ഐ, ഓക്കെ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കട്ടെടാ എന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് നമ്മൾ ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്യാൻ ഐ ടേക്ക് ദിസ് പെൻ എന്ന് ചോദിക്കും. ഓക്കെ, നമ്മൾ ആ ക്യാൻ ഐ ടേക്ക് ദിസ് പെൻ എന്ന് ചോദിക്കുന്ന മാത്രയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ആ പേനെടുത്ത് പോക്ക് കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലേ? ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നമുക്കൊരു പേന പെട്ടെന്ന് ആവശ്യമുണ്ട്, കൂട്ടുകാരൻ്റെ ഒരു പേന കണ്ടു, നമ്മൾ പെട്ടെന്ന് ആ പേനങ്ങ് മേടിച്ചിട്ട് ക്യാൻ ഐ ടേക്ക് ദിസ് പെൻ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. വളരെ ഇൻഫോർമലായിട്ടാണ് നമ്മളത് ചോദിക്കുക. ഓക്കെ, ഇനി കുഡ് എവിടെയാണ് ഉപയോഗിക്കുക? കുഡ് ഒരു സെമി ഫോമലാണ്. ഓക്കെ, ഒത്തിരി നമുക്ക് പരിചയമുണ്ട്, എന്നാൽ നമുക്ക് അവിടെ ഒരു ഫോർമാലിറ്റി കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുക. മേ ഉപയോഗിക്കുക വളരെ ഫോമലായിട്ടാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഓഫീസിലെ ബോസിൻ്റെ അടുത്ത്, മാനേജറുടെ അടുത്ത് വളരെ ഫോർമലായിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടിടത്താണ് നമ്മൾ മേ ഉപയോഗിക്കുക. ഡു യു മൈൻഡ് എന്ന് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നത് കൊണ്ടൊരു ഭാരമാവില്ലല്ലോ, ഒരു ശല്യമാകില്ലല്ലോ എന്നുള്ളൊരു പേർപ്പസിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാം നമുക്ക് കുറച്ച് സെൻറ്റൻസസ് മേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ്, ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. ഓക്കെ, നാളെ ഒരു ലീവ് എടുത്തോട്ടെ. പലപ്പോഴും ലീവ് ചോദിക്കാനാണ് നമുക്ക് ഈ പെർമിഷൻസ് കൂടുതൽ ഒരു എംപ്ലോയീസിനൊക്കെ ആവശ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 രീതിയിലും നമുക്കൊന്ന് ലീവ് ചോദിച്ച് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ക്യാൻ ഐ ടേക്ക് എ ലീവ് ടുമോറോ? അപ്പോൾ നമ്മൾ ലീവ് ചോദിക്കേണ്ട ആൾ നമ്മളായിട്ട് വളരെ കമ്പനിയുള്ള ആളാണ്, നമുക്ക് വളരെ പരിചിതമാണ്, നമ്മുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, നമുക്ക് അത്രയും ഫ്രീഡം അവിടെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ക്യാൻ ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ ഒരു ഫോർമാലിറ്റി ആവശ്യമുണ്ട്. ഒരു സെമി ഫോർമൽ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കുഡ് ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഓക്കെ, കുഡ് ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. ഓക്കെ, ഇനി വളരെ ഫോർമാലിറ്റിയോടുകൂടെ, സാധാരണ നമ്മൾ ബോസിൻ്റെ അടുത്ത് ആ റെസ്പെക്റ്റ് ഒക്കെ കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്, വളരെ മാന്യമായിട്ട് വളരെ റെസ്പെക്റ്റോടുകൂടെ നമുക്ക് ചെന്നിട്ട് ചോദിക്കാം, മേ ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഓക്കെ, മേ ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഓക്കെ, ഇനി 4ാമത്തെ പ്രയോഗം നമുക്കറിയാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ലീവ് എടുത്താൽ നാളെ അവിടെ ഓഫീസിൽ കുറേ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ ആവശ്യത്തിന് എംപ്ലോയീസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ലീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചെന്നിട്ട് ചോദിക്കാം, ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ ലീവ് ടുമോറോ? ഓക്കെ, നിങ്ങൾക്ക് വിരോധമുണ്ടോ ഞാൻ നാളെ ഒരു ലീവ് എടുത്താൽ? നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെ? ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ ലീവ് ടുമോറോ?
ഓൾ റൈറ്റ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോട്ടെ. ഓക്കെ, നമ്മൾ ചില സമയങ്ങളിൽ പെർമിഷൻ ചോദിക്കുന്നത് അല്ലേ. ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ ചില മീറ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ധൃതിയിൽ വലിയ തിരക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോട്ടെ. ഓക്കെ, ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഞാൻ നിന്നെ പിന്നെ വിളിച്ചോട്ടെ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഈ 4 രീതിയിൽ ചോദിക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ വലിയൊരു സുഹൃത്താണ്. ഇൻഫോർമലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ക്യാൻ ഐ കോൾ യു ലേറ്റർ. എടാ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോട്ടെ. ക്യാൻ ഐ കോൾ യു ലേറ്റർ എന്ന് ഞാൻ പിന്നെ വിളിച്ചോട്ടെ. ഇനി അതല്ല, നമുക്കൊരു സെമി ഫോമലൊക്കെ ആയിട്ടാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, കുഡ് ഐ കോൾ യു ലേറ്റർ. ഇനി നമ്മൾ വളരെയധികം റെസ്പെക്റ്റ്, നമ്മുടെ ബോസാണ് വിളിച്ചത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ വിളിച്ചത്, ഇപ്പോൾ വളരെ ഫോമലായിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോളാണ്, ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണ്, നമുക്ക് ആ സമയത്ത് കോളെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കാം എന്ന് പറയാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, മേ ഐ കോൾ യു ലേറ്റർ. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ആ കോൾ എടുത്തില്ലെങ്കിൽ, സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ എന്നുള്ള കൺസേണൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം, ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ യു ലേറ്റർ. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ യു ലേറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഞാൻ കുറച്ച് കാശ് നിൻ്റെ അടുത്തുനിന്ന് മേടിച്ചോട്ടെ. ഇല്ലേ, അങ്ങനെ വളരെ മാന്യമായിട്ടുള്ള ആൾക്കാരാണ് ചോദിക്കുള്ളൂ. കുറച്ച് കാശ് നിൻ്റെ ഞാൻ മേടിച്ചോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ, ഫ്രണ്ട് സർക്കിളാണെങ്കിൽ എടാ കുറച്ച് കാശ് തന്നേ എന്ന് പറയും. ഓക്കെ, കാശ് ഞാൻ ചോദിച്ചോട്ടെ. ഇനി ഈ 4 രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഓക്കെ, ദ ഫസ്റ്റ് വൺ, can I borrow some money? Okay, can I borrow some money? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, could I borrow some money? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, may I borrow some money? ഞാൻ കുറച്ച് കാശ് മേടിച്ചോട്ടെ. may I borrow some money? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വളരെ മാന്യമായിട്ട് ചോദിക്കാം, do you mind if I borrow some money? ഓക്കെ, ഞാൻ കുറച്ച് കാശ് നിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നിനക്കത് ബുദ്ധിമുട്ടാവോ? do you mind if I borrow some money? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ 3 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയി കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു 2 എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം തരാവും കുറേയും കൂടി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. നിങ്ങളിത് എഴുതിയെടുക്കാതെ പോകരുത്. ഒപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകും. ഞാൻ പൊക്കോട്ടെ. ഓക്കെ, ക്യാൻ ഐ ഗോ. ഓക്കെ, ഞാൻ പൊക്കോട്ടെ. ക്യാൻ ഐ ഗോ. ഇത് നമുക്ക് ചോദിക്കാം, കുഡ് ഐ ഗോ. ഞാൻ പൊക്കോട്ടെ. മേ ഐ ഗോ. ഓക്കെ, വളരെ ഫോമലായിട്ട് ഞാൻ പൊക്കോട്ടെ. ഓക്കെ, നമ്മുടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരിക്കലും ക്യാൻ ഐ ഗോ എന്നല്ല ചോദിക്കേണ്ടത്, പകരം ചോദിക്കണം മേ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പോയ അവിടെ എന്തെങ്കിലും ഒരു തട്ടുകേട് ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ നോക്കിയാണ്, ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ. ഓക്കെ, ഇത് നമുക്ക് അവസാനത്തെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഞാൻ ജോണായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ, പലപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്, ഞാൻ ജോണായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ, നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം, can I talk to John? എനിക്ക് ജോണായിട്ടൊന്ന് സംസാരിക്കാമോ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, could I talk to John? ഓക്കെ, അല്ലെങ്കിൽ വളരെ ഫോർമലായിട്ട്, ഓക്കെ, വളരെ എളിമയോടുകൂടെ ചോദിക്കാം, may I talk to John? അല്ലെങ്കിൽ നമ്മൾ പറയാണ്, do you mind if I talk to John? ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 എക്സാമ്പിൾ കിട്ടി ഏകദേശം സംഗതിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു ഹോംവർക്ക് തരാണ്. ഈ ക്യാൻ വെച്ച്, കുഡ് വെച്ച്, മേ വെച്ച്, ഡു യു മൈൻഡ്, ഇഫ് വെച്ച് നിങ്ങളൊരു 4 പെർമിഷൻസ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കമൻറ്റ് ചെയ്യണം. ഓൾ റൈറ്റ്. ഞാനിതിങ്ങനെ പറയുന്നത് നമ്മൾ ഈ പഠിച്ചതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു 4 പെർമിഷൻ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സംസാരിച്ച് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അപ്പം അത്രയും താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൾ റൈറ്റ്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ആക്സെൻ്റ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സെൻ്റ് ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ വരുന്ന വീഡിയോസ് ഈ സെയിം ടൈപ്പ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആളുകളിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ഗുണമാണ്. ആ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ടൈം.